നമസ്കാരം, റിയാസാണ് ലോസ് ആഞ്ചൽസിൽ നിന്ന്. പെട്ടെന്ന് വന്നതെന്താണെന്ന് പറഞ്ഞാൽ ലോസ് ആഞ്ചൽസിൽ പുതിയൊരു ഫയർ വന്നിരിക്കുകയാണ്. ലോസ് ആഞ്ചൽസ് സിറ്റിയിലല്ല, ലോസ് ആഞ്ചൽസ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 60 മൈലോളം ദൂരത്തിലാണ് ഈ ഒരു പുതിയ ഫയർ വന്നിരിക്കുന്നത്. സാന്റ ക്ലാരിറ്റ എന്ന് പറയുന്ന ഏരിയയിൽ കാസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫയർ വന്നിരിക്കുന്നത്. ഹ്യൂസ് ഫയർ എന്നാണ് ആ ഒരു ഫയറിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇത് ഇന്ന് രാവിലെ 10:53 ഈ ഫയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം 1:45. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് 5000 ഏക്കർ കത്തിക്കഴിഞ്ഞു. ഭയങ്കര ശക്തമായൊരു ഫയറാണിത്. ഏകദേശം 20,000 പേർക്ക് അവിടെ നിന്ന് ഇവാക്വേഷൻ ഓർഡർ കൊടുത്തു ഓൾറെഡി. അതുപോലെ ഏകദേശം 16,000 പേര് ഓൾറെഡി ഇവാക്വേഷൻ വാണിങ്ങിലാണ്. ഈ ഇവാക്വേഷൻ ഓർഡർ പെട്ടെന്ന് ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഫയറാണ്. ഇതുവരെയും വീടുകൾക്ക് ഇത് അപകടം പറ്റി, അതല്ലെങ്കിൽ ആളുകൾക്ക് അപകടം പറ്റിയിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇതുവരെ വരുന്നത്. പക്ഷേ വളരെ ശക്തമായ തീയാണ്, ഭയങ്കര സ്മോക്കാണ്. അതായത് അന്തരീക്ഷം മുഴുവൻ പുകയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൂടാതെ ആ ഏരിയയിൽ നമ്മുടെ ഏരിയയിലാണ് ഈറ്റൻ ഫയർ. ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ തൊട്ട് ചേർന്ന് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് പാലിസൈഡ് ഫയർ. ഇതിപ്പോൾ ഹ്യൂസ് ഫയർ എന്ന് പറഞ്ഞിട്ട് ലോസ് ആഞ്ചൽസിൻ്റെ ഒരു നോർത്ത് സൈഡ്, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് എന്ന് പറയാം, ആ ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവാക്യുവേഷൻ ഓർഡർ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ ഞാനൊന്ന് പറയാം. കേംബ്രിഡ്ജ്, കാസ്റ്റിക് ലേക്ക്, ഗ്രീൻ ഹിൽസ്, ഹാസ്ലെ, ഹിൽക്രസ്റ്റ്, പാരഡൈസ് റാഞ്ച്, റിഡ്ജ്, റൊമേരോ, സ്ലോവാൻ, ഇത്രയും സ്ഥലത്താണ് ഇവാക്യുവേഷൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. വളരെ നമുക്കത് കാണുമ്പോൾ വളരെ ഭീതികരമായ രീതിയിലാണ് ആ ഒരു ഫയർ ഇപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് ഇത് ഏകദേശം ഒരു 100 ഏക്കറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ 100 ഏക്കറിൽ നിന്ന് നേരെ ഒറ്റയടിക്ക് ജമ്പ് ചെയ്ത് 1000 ഏക്കറായി. പിന്നെ പെട്ടെന്ന് തന്നെ 5000 ഏക്കറിലേക്കായി. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടാണ് ഇത് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.